അന്തരാത്മാവിലെ നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ഭക്തി. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്ത്യൻ പേരിൻ്റെ അർത്ഥവും അന്തരാർത്ഥവും എല്ലാം യേശുവെന്ന ഒരു വ്യക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള, യേശുവിനോടുള്ള സ്നേഹമാണ് നമ്മൾ ഭക്തിയായിട്ട് കർത്തൃസന്നിധിയിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഭക്തി വളരെ വലിയ വിഷയമാണ് ശരിക്കും. അതായത് നമ്മൾക്ക് അറിവ് ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്, പക്ഷേ അറിവൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം ആധ്യാത്മികമായ അറിവുകൾ, എന്തുമാത്രം ആൾക്കാർക്ക് ആധ്യാത്മികമായ അറിവുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അറിവിന് ആനുപാതികമായ ഭക്തി ഉണ്ടാകണം. ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പരമാത്മ പ്രേമം തന്നെയാണ് ശരിക്കും. കർത്താവിനോടുള്ള ആ വ്യക്തിയോടുള്ള അതായത് അദമ്യമായ ഒരു ഇഷ്ടം ശരിക്കും. അതിൽ നിന്ന് ആരാധനയും യേശുവിനോട് നമുക്ക് ഭക്തി വരുമ്പോൾ ആ ഭക്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും യേശുവാകുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും, യേശുവാകുന്ന കർത്താവാണ്. ഭക്തി പ്രകടിപ്പിക്കണം, എപ്പോഴും കാര്യം പറഞ്ഞ് പ്രകടിപ്പിക്കണം. ചില ആൾക്കാർ യേശുവെ കയറി ഫ്രണ്ടെന്നൊക്കെ വിളിക്കും. എനിക്ക് കാലമുടക്ക് അടിക്കാൻ തോന്നും. ഈസ് നോട്ട് എ ഫ്രണ്ട്, അവർ ഫ്രണ്ട്. അത് ഒരു തലമാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ വരാൻ ചിലപ്പോൾ 1000 ആൾക്കാർക്ക് ചിലപ്പോൾ അത് അവർ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന നിലവാരങ്ങളിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾക്ക് ചില സമയത്ത് യേശു നമ്മുടെ ഒരു സതീർത്ഥ്യനായിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരിക്കലും വരത്തില്ലത്. കാര്യം ഇതിനി നിങ്ങളൊരു ഫ്രണ്ടായിട്ട് മാത്രമാണ് യേശുവിനെ കാണുന്നതെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയാതെ മരിച്ചു പോകും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈശോ ആ വ്യക്തി എന്ന പേര് പോലും, അതായത് നമ്മളെപ്പോഴും മറിയത്തിൻ്റെ മകൻ എന്ന് കൃത്യമായിട്ട് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകം പറഞ്ഞു. കാരണം കന്യാമറിയത്തിൽ നിന്ന് ജാതനായി, അത് ഭയങ്കര വാക്കാണ്. മുട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യാവതാര ക്രിസ്മസ് കാലങ്ങളിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോൾ ഞാൻ്റെ മുറിയിൽ മുട്ടി നിൽക്കും. ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കറിയത്തില്ല നമ്മൾ എന്താ ചെയ്യണം, എന്തുകൊണ്ടാണ് അവിടെ മുട്ടി നിൽക്കണമെന്ന്. പക്ഷേ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അവൻ കന്യാമറിയത്തിൽ ജനിച്ചു എന്ന് പറയുന്ന സമയത്താണ് മനുഷ്യാവതാരം സംഭവിക്കുന്നത്. പക്ഷെ ആ കന്യാമറിയത്തിന് പ്രാധാന്യമുണ്ട്. കാര്യം കന്യാമറിയത്തിൽ നിന്ന് ഒരു യേശുവേ ജനിച്ചിട്ടുള്ളൂ. കന്യാമറിയത്തിൽ ഇപ്പം മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്ന ചില അവാന്തര അവലക്ഷണ സഭകളൊക്കെ ഇങ്ങനെ ബ്ലാസ്ഫമി പറയുന്നില്ലേ, ദൈവദോഷം പറയുന്നില്ലേ, അത് അവരുടെ പാപം അവർ ഉദ്ധരിക്കട്ടെ. പക്ഷേ മറിയത്തിൽ നിന്ന് ജനിച്ച ഒരു യേശു ഉണ്ട്. കാര്യം യേശു പലതുണ്ടേ. യേശുവിൻ്റെ കാലത്ത് തന്നെ യേശു എന്ന പേരുള്ള ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. 10,000 മനുഷ്യർക്ക് യേശു എന്നായിരുന്നു പേര്. പക്ഷേ നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ജീസസ് ഐഡൻറ്റിഫൈ ചെയ്യണം ശരിക്കും. നമ്മൾ ആരാധിക്കണത് യേശുവിനെ അല്ല. യേശു അങ്ങനെ ഒത്തിരി യേശു ഉണ്ടായിരുന്നു. അതിലേറ്റവും പെർട്ടിക്കുലർ ജീസസ് ഫ്രം, അതായത് അപമാതാവ് ജനിപ്പിച്ച ഒരു യേശു ഉണ്ട്. അതാണ് വചനം മാംസമായ യേശു. ഈ യേശു പോലും സർവ മഹത്വത്താൽ നിറയുന്ന ആണ് കർത്താവെന്ന് പറയുന്നത്. ദിവ്യകുർബാനയിൽ നമ്മൾ ആരാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് യേശു കർത്താവാകുന്നത് എപ്പോഴും പാപത്തിന് പരിഹാരം ചെയ്ത്
സ്വന്തം ശരീരം കുരിശിൽ പാപത്തിന് പരിഹാരം ചെയ്തതിന് ശേഷം മനുഷ്യൻ്റെ പാപത്തിൻ്റെ വിടുതലിന് വേണ്ടി സ്വയമായി അർപ്പിച്ചതിന് ശേഷം യേശുവിനെ ദൈവം ഉയർത്തും, കർത്താവായിട്ട് ഉയർത്തും. ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ്. ആ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് കർത്താവ്. ദിവ്യകുർബാനയിൽ ഉയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യമാണ് ആരാധനയ്ക്ക് വിഷയം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ ഇങ്ങനെ വിശുദ്ധീകരിച്ച് തരാൻ കാരണം, അതായത് അതുകൊണ്ട് തന്നെ കന്യാമറിയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിനെ ഒരിക്കലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം യേശു കർത്താവായിരിക്കുന്നതും രക്ഷകരായിരിക്കുന്നതിൻ്റെ ബേസ്മെൻറ്റ് പിതാവായ ദൈവം കഴിഞ്ഞാൽ കന്യാമറിയമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് പ്രഖ്യാപിക്കുന്നത് കന്യാമറിയത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ. അപ്പം അതിന് യേശു നടത്തിയ രക്ഷണീയമായ വലിയ ദൗത്യവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കന്യാമറിയം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി, യേശുവിനെ പോലെ മറ്റൊരു വ്യക്തി. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഫിലിപ്പിയ ലേഖനമില്ലേ, ഫിലിപ്പിയ ലേഖനം 2:11 യേശു ക്രിസ്തു ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു ക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവുകളും, വെദർ യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, ആരെല്ലാമാണോ ഇത് ഓപ്പണാണ്. എല്ലാവർക്കും യേശു ഒരേ സമയം തന്നെ സംലഭ്യനാണ്. അത് അക്രൈസ്തവ സഹോദരങ്ങളും അറിയണം. കാരണം ഈ വിഷയത്തിൽ ഒരു വേർതിരിവില്ല. യേശുവിൽ നിന്ന് നിനക്ക് ആനുകൂല്യം ലഭിക്കുന്ന വിഷയത്തിൽ, അനുഗ്രഹം ലഭിക്കുന്ന വിഷയത്തിൽ, രക്ഷ ലഭിക്കുന്ന വിഷയത്തിൽ ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ വേർതിരിവില്ല. ഹൂർ ഇറ്റ് മേ ബി, ആരായാലും അവരെ യേശു കർത്താവാണെന്നൊരു വ്യക്തി, യേശു കർത്താവാണെന്ന്, അതിവിടെ പ്രധാനപ്പെട്ട വിഷയം, എല്ലാ യേശുവും കർത്താവല്ല. മറിയത്തും തിരിച്ച പാപത്തിന് പരിഹാരം ചെയ്ത ദൈവം ഉയർപ്പിച്ച ആളാണ് കർത്താവ്. എല്ലാ യേശുവും, ഇപ്പം ചില ആൾക്കാർ എൻ്റെ യേശുവേ, അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കർത്താവെന്ന് കൂടി ചേർക്കുകയാണെങ്കിലാണ് അത് സമ്പൂർണ്ണമാകണം. പിന്നെ അവിടെ അത് അനുഗ്രഹം കിട്ടേണ്ട കാര്യം എൻ്റെ യേശുവെന്ന് വിളിക്കണത് ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെയാണെന്നുള്ളത് പ്രീസപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ ഈ നാമം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുവിൻ്റെ നാമമില്ലേ, യേശുവിൻ്റെ നാമം എങ്ങനെയാണ് മഹത്വപ്പെട്ടത്? യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി. കാര്യം യേശുവിനെ കർത്താവാക്കിയത് ആരാണ്? പിതാവായ
ദൈവമാണ്. യേശുവിനെ കർത്താവാക്കിയത് ആരാണ്? പിതാവായ ദൈവമാണ്. പിതാവായ ദൈവം എങ്ങനെയാണ് എന്തിനാണ് യേശുവിനെ കർത്താവാക്കിയത്? അതാണ് ഫിലിപ്പിയർ പറയണത്. 2-6, 7, 8, 9 വരെയുണ്ട്. ഫിലിപ്പിയർ 9 വരെയുള്ള വചനങ്ങളുണ്ട്. എന്താണ് പറയണത്? അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. ആര്? യേശു. കർത്താവ് പ്രകൃത്യാ ദൈവമായിരുന്നു. പിന്നെ സംഭവിച്ചു, ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. അപ്പോൾ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി യേശു മനുഷ്യപ്രകൃതി സ്വീകരിച്ചെന്നാണ് ഈ പറയണത്. ഇതാണ് വെളിപ്പാട്. അങ്ങനെ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. ഇതാണ് വിഷയം. ഇനിയാണ് യേശു കർത്താവാകണത്. ആകയാൽ 2:9 ഫിലിപ്പിയർ 2:9 ആകയാൽ. അതുകൊണ്ട് എന്തുകൊണ്ടാണ്? യേശു തന്നെ താഴ്ത്തിയത് കൊണ്ട്. യേശു ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യൻ്റെ പാപത്തിന് മനുഷ്യനാകാൻ വേണ്ടി തന്നെ താഴ്ത്തി. മനുഷ്യപ്രകൃതി പരിഹാരം ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി പരിഹാരം ചെയ്യാൻ വേണ്ടി തന്നെ താഴ്ത്തി. എന്തോരം താഴ്ത്തി? കുരിശുമരണത്തോളം താഴ്ത്തി. അങ്ങനെ കുരിശുമരണത്തോളം എളിമപ്പെടുത്തി താഴ്ത്തിയത് കാരണം ആകയാൽ. അതാണ് ഫിലിപ്പിയർ 2:9. നിങ്ങൾ ബൈബിൾ വായിക്കണേ, വീട്ടിൽ പോയി ഈ ഭാഗങ്ങളൊക്കെ വായിക്കണേ, എല്ലാം യൂട്യൂബിലുണ്ട്. ആകയാൽ എന്ന് സംഭവിച്ചു, ദൈവം അവനെ അത്യധികം ഉയർത്തി. എന്നിട്ട് ഒരു പരിശുദ്ധാത്മാവ് സെൻറ്റ് പോളിനോട് പറയും, അത്യധികം ഉയർത്തിയെന്ന് വെച്ചാൽ ഇനി ഒരു ഉയരം ഉണ്ടാവത്തില്ല, അതിൻ്റെ അപ്പുറത്ത് ഉയരമില്ല. അതായത് ഒരു അപ്പനും ഒരു മകനെ ഉയർത്താൻ പറ്റുന്നതിനേക്കാൾ ഉയർത്തി. അത് അത്യധികം ഉയർത്തി. അങ്ങനെ ഉയർത്തിയത് കാരണം ഇനി ഒരു ഉയരമില്ല. ശരിക്കും യേശുവാണ് ഒരു വിശ്വാസിയുടെ അവസാനത്തെ ഉയരം. ഒരു വ്യക്തി വളർന്നാൽ എന്തോരം വളരാം, ഒരു വ്യക്തി ഉയർന്നാൽ എന്തോരം ഉയരാം. ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉയർച്ചയ്ക്ക് വേണ്ടി കുറിക്കേണ്ട അളവ് ഏതാണ്? അത് യേശുവാണ്. അതാണ് അത്യധികം ഉയർത്തിയെന്ന് പറയുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, പലതരത്തില് ഉയരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പണം നേടി ഉയരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിദ്യാഭ്യാസം നേടി ഉയരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഉയർച്ച എത്ര ഉയർന്നാലും ഏറ്റവും വലിയ ഉയർച്ച യേശുവിലേക്കുള്ള ഉയർച്ചയാണെന്ന് എന്നെ തിരിച്ചറിയിച്ച ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലേ? എല്ലാവരും ദൈവതിരുസന്നിധിയിൽ വരുന്നതും ഉടമ്പടി ചെയ്യണത് പോലും എന്തിനു വേണ്ടിയാണ്? ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ഉയർച്ചയില്ലേ, അതിനേക്കാൾ വലിയ ഉയർച്ച യേശുവിൽ സ്വപ്നം കാണണം. ഇപ്പം നിങ്ങൾ ELTS പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്ക് ജോലി കിട്ടും, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാം, അത് ഉയർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ട് അവിടെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാം, അത് ഉയർച്ചയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഉയർച്ച 1 by 1 ആയിട്ട് ഉയരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ഇങ്ങനെ ഉയർന്ന് പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഈ ഉയർച്ച, എല്ലാ ഉയർച്ചയും താഴേക്ക് വരുന്നത് കാണാം. കാര്യം നമ്മളെ ഉടമ്പടിയുടെ കൗൺസിലിംഗ് വരുമ്പോഴേ ഒത്തിരി വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവർ പറയണത് വെച്ചാൽ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം, പക്ഷെ ഞങ്ങളുടെ പിള്ളേർ വരത്തില്ല, കൊന്നെന്ന് പറഞ്ഞാൽ വരത്തില്ല. അത് സത്യമാണത്. ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം. കാര്യം ആരെങ്കിലും കുഴിക്കുക വന്ന് 2 സ്വർഗസ്ഥനായി എല്ലാ നാട്ടിലല്ലേ ആളുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് മരിക്കണം. അപ്പോൾ ഉയർന്നു പോയിട്ട് തിരിച്ചു വരികയാണ്. എല്ലാ പക്ഷികളുടെയും അവസ്ഥ നിലത്തിറങ്ങുമെന്നുള്ളതാണ്. എല്ലാ പക്ഷികളും നിങ്ങൾ നോക്കിയാൽ മതി. ദേശാടന പക്ഷികൾ മാത്രമേ ചിലപ്പോൾ 72 മണിക്കൂറൊക്കെ ഒറ്റ പറക്കൽ പറക്കും. ഒറ്റ പറക്കൽ സൈബീരിയ എന്ന് പറന്നിട്ട് കുമരകത്ത് വന്ന് ലാൻഡ് ചെയ്യുന്ന പക്ഷികളും അവസാനം ലാൻഡ് ചെയ്യുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അതായത് സൈബീരിയയിൽ നിന്ന് മഞ്ഞ് കൂടുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ദേശാടനം ചെയ്യും. ദേശാടനം ചെയ്താലും അവർ എവിടെയെങ്കിലും വന്ന പക്ഷികൾ ലാൻഡ് ചെയ്തിരിക്കും. അതാണ് എത്ര ഈ ഭൂമിയിലൊരു മനുഷ്യൻ എത്ര ഉയർന്നാലും അവസാനം ലാൻഡ് ചെയ്യും, താഴെ വരും. താഴെ വരാത്ത ഒരു ഉയർച്ചയാണ് യേശുവിലുള്ള ഉയർച്ച. കാര്യം അത് നിത്യത വരെയാണ് ഉയർന്നു പോകുന്നത്. മറ്റു ഉയർച്ചകളൊന്നും വേണ്ടെന്നല്ല, പക്ഷെ മറ്റു ഉയർച്ചകളുടെ നിന്നോന്നതങ്ങളെ നമ്മളെ ബാധിക്കാതിരിക്കാൻ യേശുവാകുന്ന ആത്യന്തിക ഉയർച്ചയെ നമ്മൾ അവലംബിക്കേണ്ടി വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശു സ്വന്തം ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയവനെ, നിന്റെ വിനയത്താൽ, നിന്റെ സമർപ്പണത്താൽ, നിന്റെ പിതാവ് പ്രസാദിച്ച്, നിന്നെ അത്യധികം ഉയർത്തി, എല്ലാത്തിന്റെ ഉപരി ഉയർത്തി, എല്ലാ നാമങ്ങളെക്കാൾ ഉയർത്തി. ആകയാൽ ഞങ്ങൾ എല്ലാ മാലാഖമാരോടും ചേർന്ന് യേശുവിനെ അങ്ങേ കർത്താവായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മാവ് കൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ആരാധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇത്രയും സംസാരിച്ചത് ഭക്തിയെക്കുറിച്ചാണ്. നമ്മുടെ ഭക്തി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് അറിയുന്നതിലൂടെയാണ്. കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യണത്. ഈ കർത്താവിനെ ആരാധിച്ചാണ് നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നത്. വലിയ ഉയർച്ച ലക്ഷ്യം കണ്ടാൽ പിന്നെ താഴെയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ടി വരത്തില്ല. എന്നുവെച്ചാൽ പറഞ്ഞ മനസ്സിലായില്ലേ? വലിയ ഉയർച്ച യേശുവാണ്. ആ വലിയ ഉയർച്ചയെ ലക്ഷ്യം കണ്ടാൽ പിന്നെ നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്.
വലിയ ഉയർച്ച സ്വപ്നം കണ്ട് വലിയ ഉയർച്ച അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ചെറിയ ഉയർച്ചകൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയണത്, ആദ്യം നിങ്ങൾ ദൈവരാജ്യം അതിന് നീതി അന്വേഷിക്കണം, ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 6:33 മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഇതാണ്. വലിയ ഉയർച്ച സ്വപ്നം കണ്ടാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, ചെറിയ ഉയർച്ചകളെല്ലാം ആ പാക്കേജിൽ ഉൾച്ചേർന്നിരിക്കുന്നതാണ്. നമ്മൾക്ക് വരുന്ന ഒരു ചെറിയ ആധ്യാത്മിക പിശക്, നമ്മൾ ചെറിയ ഉയർച്ച മാത്രം ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അത് കിട്ടാതെ വരുമ്പോൾ കൊളാപ്സായി പോകും. കാര്യം എന്താണ്? നമുക്ക് വലിയ ഉയർച്ച എത്തിപ്പിടിക്കാനുള്ള ശേഷിയുണ്ട്, ശേഷിയുണ്ട്. അതിന് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കും, അതിന് നിങ്ങളെ പരിശുദ്ധാമ്മ സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവേ, വലിയ ഉയർച്ചയായ അങ്ങയെ എത്തിപ്പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാമ്മയുടെയും പരിശുദ്ധാത്മാവിന്റെയും പ്രത്യേക മാധ്യസ്ഥവും പരിശുദ്ധാത്മാവിന്റെ സഹായവും നൽകി. ഓ ദൈവമേ, ഇപ്പോൾ ആശീർവദിക്കണമേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മനുഷ്യന് എത്തിച്ചേരാൻ സാധിക്കുന്ന, സങ്കല്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയരമാണ് യേശു കർത്താവിൻ്റെ ഉയരം. അതാണ്. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. അപ്പോൾ ഉയർത്തുക, ഉന്നതമാവുക. അതുകൊണ്ടാണ് നമ്മൾ ആ വലിയ ഉയർച്ചയെയും ഉന്നത സ്ഥാനത്തെയും നമ്മൾ അവലംബിക്കുന്നത്. എന്തിനാണ്? അതിനുവേണ്ടി പരിശ്രമിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതാണ് ചെറിയ ഉയർച്ചകളെല്ലാം. എല്ലാ ചെറിയ ഉയർച്ച നീ ആഗ്രഹിക്കുന്നതെല്ലാം അതിന് താഴെയുള്ളതാണ്. അത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കേണ്ടതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ചിന്തിക്കണം, നിൻ്റെ ജോലി അല്ല വലുത്, അതിനേക്കാൾ വലുതാണ് യേശു. നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്ന അല്ല വലുത്, അതിനേക്കാൾ വലുതാണ് യേശു. നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ വലുതാണ് യേശുവെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ കൃപാസനത്തിൻ്റെ ഈ മണ്ണിൽ വെച്ച് നിൻ്റെ കടം എഴുതി തള്ളപ്പെടും. പറഞ്ഞ മനസ്സിലായി? നീ സാമ്പത്തിക കടമുള്ള ആളാണ്, പക്ഷെ നിൻ്റെ കടങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവിനെ നേടുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോഴും നിന്നെ തോന്നിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിൽ വെച്ച് ദൈവം നിൻ്റെ കടം റൈറ്റ് ഓഫ് ചെയ്ത് കളയും. നിനക്കിപ്പോൾ ക്യാൻസർ രോഗമാണ്, നിൻ്റെ രോഗം സുഖപ്പെടുന്നതിനേക്കാൾ വലിയ കാര്യമാണ് യേശുവെന്ന് ഇപ്പോൾ നീ ചിന്തിച്ചാൽ ഈ മണ്ണിൽ വെച്ച് നീ സുഖപ്പെട്ടിരിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന ആരാധന. യേശുവേ
യേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഈഴയിരിക്കുന്ന നാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു കർത്താവാണ് എന്നുള്ള വലിയ വിശ്വാസ സത്യമാണ് നമ്മുടെ ബാക്കി എല്ലാ തകർച്ചകൾക്കും അർത്ഥം നൽകുന്നത്. യേശു അർത്ഥമാകുന്നത്, ജീസസ് ജീവിതത്തിൻ്റെ മീനിങ് ആകുന്നത് അവിടെ വെച്ചാണ്. കാരണം കുരിശുമരണത്തിന് അർത്ഥമില്ല. നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതനായി മരിക്കുന്നതിന് ഒരർത്ഥമില്ല. അപ്പോൾ ഈ മുൽക്കിടാൻ ചൂടിയതിന് ഒരർത്ഥവുമില്ല. തിരുവിലാവിൽ മുറിവെക്കുന്നതിന് ഒരർത്ഥവുമില്ല. അൺലെസ് വി ബിക്കെയിം ദ ലോഡ്. അപ്പോൾ യേശുവിനെ കർത്താവാകുമ്പോഴാണ് കുരിശുമരണത്തിനും മനുഷ്യാവതാരത്തിനും എല്ലാത്തിനും അർത്ഥം നൽകണത്. യേശു കർത്താവാകുമ്പോഴാണ്, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ്, യേശുവിന് പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോഴാണ് യേശുവിൻ്റെ പീഡാനുഭവത്തിന് അർത്ഥമുണ്ടാകണത്, യേശുവിൻ്റെ കുരിശുമരണത്തിന് അർത്ഥമുണ്ടാകണത്. ദൈവത്തിലെ അതുപോലെയാണ് നിൻ്റെ കാര്യം. നിൻ്റെ സഹനങ്ങൾക്ക്, നിൻ്റെ രോഗങ്ങൾക്ക് അർത്ഥമുണ്ടാകണത് അത് യേശുക്രിസ്തു നാമത്തിൽ നീ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കർത്താവായി നീ ഏറ്റുപറയുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ.